وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء سيد المتقين محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ബൈലക്സിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിലേക്ക് പ്രബോധനം ചെയ്യുക, ദഅവത്ത് നടത്തുക എന്നത് അതിന് അർഹത നേടിയിട്ടുള്ള ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാനൊരു മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് ഉള്ളത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ദഅവത്ത് നടത്തുക എന്നത് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്കുള്ള ദഅവത്ത് ഏത് രൂപത്തിലാണ് നടത്തേണ്ടത് എന്നും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടി, അഥവാ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടിയും, വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശങ്ങളിലൂടെയും, ഇത് രണ്ടും ഫലവത്താകുന്നില്ല എന്ന് തോന്നപ്പെടുന്ന സന്ദർഭത്തിൽ അവരോട് നല്ല നിലക്ക് സംവാദങ്ങൾ നടത്തിയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിൽ സംവാദങ്ങളിൽ ഏർപ്പെടുക. അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ, അള്ളാഹുവിന്റെ ദീന് തെറ്റിദ്ധരിപ്പിച്ച ആളുകളുടെ ആ തെറ്റിദ്ധരിപ്പിക്കലുകളുടെ യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനെല്ലാം ന്യായമായ, മാന്യമായ സംവാദം ഇസ്ലാം അനുവദിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത്തരത്തിലുള്ള ഒരു സംവാദത്തിന്റെ ആ സംവാദം അവസാനിച്ച് സത്യം തെളിഞ്ഞ, ബോധ്യപ്പെട്ട ഒരു സന്തോഷകരമായ സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ലോക മുസ്ലിം സമൂഹത്തിലെ പ്രമാണങ്ങളെ പിൻപറ്റുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയം 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളക്കരയിലെ ഒരു വിഭാഗം ആളുകൾ തൗഹീദിനും ഹദീസുകൾക്കും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്കും പുതിയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് കടന്നുവരികയും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മുവഹിദുകളായ ആളുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുകയും ചെയ്തുകൊണ്ട് തീർത്തും മതപരവും
അല്ലാത്ത നിലക്കുമുള്ള അന്യായങ്ങളും അക്രമങ്ങളും ചെയ്തുകൊണ്ട് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഫിത്നകൾ ഉണ്ടാക്കുന്നു എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഫിത്നകളുടെ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള വളരെ വലിയ ഗുണകരമായി തീർന്നിട്ടുള്ള ഒരു സംവാദമാണ് അൽഹംദുലില്ലാ ഇന്ന് ഫൈസൽ മുസ്ലിയാരും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ മങ്കട എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വ്യക്തിയും തമ്മിൽ നടന്നിട്ടുള്ളത്. യഥാർത്ഥ സത്യം മനസ്സിലാക്കുവാൻ സത്യാന്വേഷികളായ എല്ലാ ആളുകൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സ്തുതിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ സുദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ശ്രോതാക്കളുടെ അറിവിലേക്ക് നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ തർക്കത്തിന്റെ മർമ്മം നിലകൊള്ളുന്നത് ജിന്നിനോടുള്ള ഇസ്തിആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ അല്ലെങ്കിൽ തർക്കത്തിന്റെ നമ്മളിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന്റെ മർമ്മം. സഹോദരന്മാരെ, ഇസ്തിആനത്തുൻ ബിൽ ജിൻ, ജിന്നിനോടുള്ള സഹായതേട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്താണ് ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ ഉള്ള വിഷയം? അത് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നു, ജിന്നുകളോടുള്ള എല്ലാ തരം സഹായതേട്ടവും അത് ഷിർക്കുൻ അക്ബറാണ്, വലിയ ഷിർക്കാണ്, അതല്ലാത്ത ഒരു വകുപ്പും അതിൽ ഉണ്ടാകുന്ന സാധ്യത പോലുമില്ല. അതുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള ഏതുതരം സഹായതേട്ടമുണ്ടോ അതെല്ലാം പച്ചയായ ഷിർക്കും, അത് ചെയ്യുന്ന വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തുമാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നു. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാകട്ടെ, തലമുതിർന്ന പണ്ഡിതന്മാരാകട്ടെ, അവർ പറയുകയും പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാദമാണ്. അഥവാ അവർ പറയുന്നത് ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ പല വകുപ്പുകളുമുണ്ട്. അതിൽ കടുത്ത ശിർക്കായ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ പാപമായ ശിർക്കായ ഇസ്തിആനയുണ്ട്. അതേ അവസരത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത രൂപത്തിൽ എന്നാൽ വലിയ ഷിർക്കിലേക്ക് വഴിവെക്കുന്ന രൂപത്തിലുള്ള ഇസ്തിആനയുമുണ്ട്. ഇത് രണ്ടുമല്ലാത്ത നിലക്ക് ഹറാമായി തീരുന്ന, എന്നാൽ ഒരു വേള ചിലപ്പോൾ അത് ഷിർക്കുൻ അക്ബറിലേക്ക് എത്തിപ്പെടാത്ത നിലക്കുള്ള ഇസ്തിആനയുമുണ്ട്. എല്ലാം അനനോദനീയമാണ്, പാടില്ലാത്തതാണ്. ഓരോന്നിലും വ്യത്യസ്തങ്ങളായ വകുപ്പുകളുണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ മർമ്മപ്രധാനമായ പോയിന്റ് നിലകൊണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിഭാഗം അഥവാ അബ്ദുറഹ്മാൻ മങ്കട, അദ്ദേഹം വാദിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആളുകൾ വാദിക്കുന്നത് ജിന്നുകളോടുള്ള സഹായതേട്ടം അത് എല്ലാം ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ് എന്നാണ്. എന്നാൽ ഫൈസൽ മൗലവിയാകട്ടെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളാകട്ടെ, അവർ വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നാളിതുവരെ പുലർത്തിപ്പോന്നിട്ടുള്ള ആശയമായ ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ ഷിർക്കായതുകൊണ്ട് അതേ സന്ദർഭത്തിൽ തന്നെ ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്, വസീലത്തു ഷിർക്കുമുണ്ട് എന്ന കാര്യമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ തർക്കത്തിന്റെ മർമ്മം നിലകൊള്ളുന്നത്. ഇവിടെ നമ്മൾ പ്രമാണങ്ങളിലൂടെ, തെളിവുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ ഷിർക്കായതുമുണ്ട്, വസീലത്ത് ഷിർക്കുമുണ്ട്. അതിന് പല നിലക്കുമുള്ള പ്രമാണങ്ങൾ എതിർകക്ഷികൾ ചോദിച്ച സന്ദർഭത്തിൽ പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്തിനെ നാസിർ സുല്ലമിയുടെ ചോദ്യത്തിന് മറുപടിയായി ഫൈസൽ മൗലവി ഉദ്ധരിച്ചു എന്നതാണ് വലിയ ഒരു അപരാധമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ
ദുരാരോപണം നടത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ജിന്നുകളോടുള്ള സഹായത്തേറ്റത്തിൽ ശിർക്കായത് ഉണ്ട്, അതേ സന്ദർഭത്തിൽ തന്നെ വസീലത്ത് ശിർക്കായത് ഉണ്ടോ? പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇനി വസീലത്ത് ശിർക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് ഏതെങ്കിലും പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് അത് വിശദീകരിച്ചിട്ടുണ്ടോ, അത് പറഞ്ഞിട്ടുണ്ടോ? അതല്ല, കേരളക്കരയിൽ നാസർ സുല്ലമിയുമായിട്ടുള്ള സംവാദത്തിൽ ഫൈസൽ മൗലവി സ്വയം കണ്ടെത്തിയ ഒരു ദുർവ്യാഖ്യാനമാണോ ഇത്? ഇതാണ് നമ്മളുടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ചയുടെ മർമ്മം. അതുകൊണ്ട് തന്നെ എന്റെ സംസാരം, എന്റെ വിഷയാവതരണം അത് കേന്ദ്രീകരിക്കുക ഇൻഷാ അല്ലാഹ് അല്പസമയം പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്തുൽ അൻആമിലെ വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസി റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗ്നാ അജലനാ അല്ലദീ അജ്ജൽത ലനാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്തും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വസീലത്ത് ശിർക്കുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെയും എന്റെ സഹോദരന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഇന്നത്തെ സംവാദത്തിൽ അബ്ദുറഹ്മാൻ സലഫിക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ള ഫൈസൽ മൗലവിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അബ്ദുറഹ്മാൻ സലഫിക്ക് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്തിംതാഇൽ ഇസ്തിയാനയുമുണ്ട് എന്നും ആ ഇസ്തിംതാ ആകട്ടെ ശിർക്കായതും ശിർക്കല്ലാത്തതുമുണ്ട് എന്നും അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് ഇന്നത്തെ സംവാദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇസ്തിംതാഇൽ ഇസ്തിയാനയുണ്ട്, ആ ഇസ്തിംതാകളാകട്ടെ പല വകുപ്പുകളുമുണ്ട് എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അതോടുകൂടി തന്നെ ഇസ്തിംതാകളെല്ലാം ശിർക്ക് തന്നെ എന്ന് നാളിതുവരെ അവർ വാദിച്ച വാദം പൊളിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ അവരുടെ വാദം കേട്ടാൽ, അല്ലെങ്കിൽ സംവാദത്തിൽ അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നുക ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിൽ പല വകുപ്പുമുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നതിൽ ശിർക്കല്ലാത്തതുമുണ്ട് എന്നതും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഫൈസൽ മൗലവി ഈ ആയത്തിനെ വേറൊരു നിലക്ക് ദുർവ്യാഖ്യാനിച്ചു, അത് മാത്രമേ ഞങ്ങൾക്ക് തർക്കമുള്ളൂ എന്ന് തോന്നുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ മങ്കട ശ്രമിച്ചിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരുടെ വാദം അതല്ലായിരുന്നു. അവർ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ ഈ ആയത്ത് ശിർക്കുൻ അക്ബർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ബാധകം. ഇവിടെ ശിർക്കുൻ അക്ബറായ ഇസ്തിംതാ അല്ലാതെ മറ്റൊരു ഇസ്തിംതാ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു അവർ പറയുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് സംവാദവേദിയിൽ വന്നപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നതിലെ ഇസ്തിംതാ ശിർക്കുൻ അക്ബറിന് മാത്രമല്ല ബാധകമാവുക, അതല്ലാത്ത മേഖലകൾക്കും വസീലയാകുന്ന ഇസ്തിംതാഉമുണ്ട്, ഹറാമാകുന്ന ഇസ്തിംതാഉമുണ്ട്. അതിനെല്ലാം ഈ ആയത്ത് ബാധകമാണ് എന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴാണ് ഫൈസൽ മൗലവി തിരിച്ചു പറഞ്ഞത്, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്, ഇത് തന്നെയാണ് ഞാനും വിശദീകരിച്ചിട്ടുള്ളത്, അതിനപ്പുറത്തുള്ള ഒരു വാദവും എനിക്കുമില്ല എന്ന് ഫൈസൽ മൗലവി അതിനെ തിരിച്ചടിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും കേട്ടതാണ്. സഹോദരങ്ങളെ, ഇത് ഫൈസൽ മൗലവി പറഞ്ഞിട്ടുള്ള ഒരു വാദമാണോ? അതല്ല പണ്ഡിതന്മാരുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ ഈ നിലക്ക് കണ്ടിട്ടുണ്ടോ എന്നതാണ് നമ്മളുടെ പരിശോധനാ വിഷയം. ഒന്നാമതായി ഞാൻ എന്റെ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്നു, സഹോദരങ്ങളെ, ഇസ്തിംതാ എന്ന് പറഞ്ഞാൽ ഉപകാരമെടുക്കുക, സുഖമെടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇസ്തിംതാ പല നിലക്കുമുണ്ട്. അതിൽ പെടുന്ന ഒരു ഇനമാണ് യഥാർത്ഥത്തിൽ ഇസ്തിയാനത്ത്, സഹായം തേടുക എന്നത്
ഇസ്തിംതാഇൽ ഉൾപ്പെടുന്ന ഒരു ഇനമാണ്. ഇക്കാര്യം ഇന്ന് ഫൈസൽ മൗലവിയുടെ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം അതായിരുന്നു, ഇസ്തിംതാഇൽ ഇസ്തിയാനയുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു, അതെ ഞാൻ അംഗീകരിക്കുന്നു, ഇസ്തിംതാഇൽ ഇസ്തിയാനയുമുണ്ട്. അപ്പോൾ ഒരു കക്ഷിക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയമാണ്. ഇന്ന് സംവാദം നടന്നിട്ടുള്ള ഇരു വിഭാഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയമാണ് ഇസ്തിംതാഇൽ ഇസ്തിയാനയുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വാചകം അതിങ്ങനെയാണ്: എല്ലാ ഇസ്തിംതാഉം ഇസ്തിയാന അല്ലെങ്കിലും എല്ലാ ഇസ്തിയാനയും ഇസ്തിംതാ ആണ്. അഥവാ മലയാളത്തിൽ ഒന്ന് പറഞ്ഞാൽ, എല്ലാ സുഖമെടുക്കുന്നതിലും സഹായതേട്ടം ഇല്ലെങ്കിലും എല്ലാ സഹായതേട്ടത്തിലും സുഖമെടുക്കൽ ഉണ്ട്, സഹായം ചോദിക്കലുണ്ട്, ഉപകാരമെടുക്കൽ ഉണ്ട്. അപ്പോൾ ഇസ്തിംതാ എല്ലാം ഇസ്തിയാനയാണ് എന്ന് ആരും വാദിക്കുന്നില്ല. എന്നാൽ എല്ലാ ഇസ്തിയാനയും ഇസ്തിംതാ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു വിഭാഗത്തിനും ഉണ്ടാകും എന്ന് നാം കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്തിയാന ഇസ്തിംതാ ആണ്. ഇസ്തിംതാ ആകട്ടെ അത് ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്, ഹറാമായതുമുണ്ട് എന്ന് അബ്ദുറഹ്മാൻ മങ്കട തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് എല്ലാ ഇസ്തിയാനത്തും ഇസ്തിംതാ ആണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എല്ലാ സഹായതേട്ടത്തിലും ഉപകാരമെടുക്കലുണ്ട്, ഉപകാരമെടുക്കലാകട്ടെ ഷിർക്കായതുമുണ്ട്, ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫി സമ്മതിച്ചിരിക്കെ ഇന്നത്തെ സംവാദത്തിൽ സത്യം തെളിഞ്ഞിരിക്കുകയും പരിശുദ്ധ ഖുർആനിലെ 120 സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് ഫൈസൽ മൗലവി കോഴിച്ചനയിൽ ഉദ്ധരിച്ചത് സ്ഥാനത്ത് തന്നെയായിരുന്നു, അസ്ഥാനത്തല്ല എന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് പരസ്യമായി ഈ സംവാദത്തിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇസ്തിംതാഇൽ ഇസ്തിയാനയുണ്ട്. ഇസ്തിയാന എന്ന് പറഞ്ഞാൽ അത് ഉപകാരമെടുക്കലാണ്, ഇസ്തിംതാ ആണ്. ആ ഇസ്തിംതാഇന് വകഭേദവുമുണ്ട് എന്ന് അദ്ദേഹം പച്ചമലയാളത്തിൽ തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഫൈസൽ മൗലവി ഒരു ദുർവ്യാഖ്യാനവും ഈ ആയത്തിൽ നടത്തിയിട്ടില്ല എന്നതിന് തെളിവാണ്. ഇനി ഇതിന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നേരത്തെ അബ്ദുറഹ്മാൻ മങ്കട തന്നെ സംവാദത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിന്റെ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ജവാബായിക്കൊണ്ട്, മറുപടിയായിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വഅസ്ലുൽ ഇസ്തിആനതി ബിൽ ജിന്നി من أسباب إغراء الإنسي بالتوصل إلى الجن وبرفعة مقامه وبالاستمتاع به. وقد قال جل وعلا: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس. وقال أولياؤهم من الإنس: ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا. ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് പറയാണ്, ഇസ്തിആനത്ത് ബിൽ ജിന്നിന്റെ അസ്ലി യഥാർത്ഥത്തിൽ അത് മനുഷ്യന് ജിന്നുകളിലേക്കുള്ള തവസ്സുലിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ അത് ജിന്നുകളുടെ മഹത്വം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിലേക്ക് അത് എത്തിക്കുന്നു. അതേപോലെ തന്നെ ജിന്നുകളിൽ നിന്ന് ഉപകാരമെടുക്കുന്നതിലേക്കും ഇസ്തിആനത്ത് എത്തുന്നു. അഥവാ ഇസ്തിആനത്ത് ഇസ്തിംതാഇൽ പെട്ടതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. എന്നിട്ട് അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം നൽകുന്നത് സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്. സൂറത്തുൽ അൻആമിലെ 128 ആയത്താണ്. അഥവാ ഫൈസൽ മൗലവി ദുർവ്യാഖ്യാനിച്ചു എന്ന് മറുകക്ഷി പറഞ്ഞിട്ടുള്ള, ആരോപിച്ചിട്ടുള്ള, കളവായി പറഞ്ഞിട്ടുള്ള ഈ ആയത്ത് ഇസ്തിംതാഉമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിച്ചതിന് ശേഷം ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. فحصل الاستمتاع كما قال المفسرون من الجني بالإنسي
بأن الإنسي يتقرب إليه ويخضع له ويذل ويكون في حاجته ويحصل الاستمتاع من الإنسي للجني بأن يخدمه الجني وقد يكون مع ذلك الاستمتاع ذبح من الإنسي للجني وتقرب بأنواع العبادات أو بالكفر بالله جل وعلا والعياذ بالله بإهانة المصحف أو بامتهانه أو نحو ذلك. ولهذا نقول إن تلك الاستعانة بجميع أنواعها لا تجوز، فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار، ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلم الجن. ഇവിടെ അതിന്റെ ഭാഗം ടസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് ഉദ്ധരിച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇസ്തിംതാഅ് എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കിയതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് വിശദീകരിക്കുന്നു. ഈ ഇസ്തിംതാഅ് 2 തരത്തിലുള്ള ഇസ്തിആന ഉൾക്കൊള്ളുന്നതാണ്. ശരിക്ക് ശ്രദ്ധിക്കുക, ഈ ഇസ്തിംതാഅ് 2 നിലക്കുള്ള ഇസ്തിആനകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഇസ്തിആന അത് ഷിർക്കായിത്തീരുന്ന, കടുത്ത ഷിർക്കായിത്തീരുന്നതാണ്. രണ്ടാമത്തെ ഇസ്തിആനയാകട്ടെ ഷിർക്കിലേക്ക് വഴിവെക്കുന്നതുമാകുന്നു. അത് വളരെ കൃത്യമായി നേരത്തെ അബ്ദുറഹ്മാൻ മങ്കട തന്നെ അദ്ദേഹത്തിന്റെ വാദം വായിക്കുന്നിടത്ത് പറഞ്ഞു. ഈ 2 തരത്തിലുള്ള ഇസ്തിആനയും വിശദീകരിക്കുന്നിടത്ത് അതിന്റെ മുന്നോടിയായി ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹം കൊടുത്തിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഫൈസൽ മൗലവി ദുർവ്യാഖ്യാനിച്ചു എന്ന് ആരോപകന്മാർ പറയുന്ന അതേ ആയത്ത് തന്നെയാണ് എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഫൈസൽ മൗലവി ഈ ഒരു ചോദ്യം അബ്ദുറഹ്മാൻ മങ്കടയോട് ചോദിച്ച 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഞാൻ പറഞ്ഞ ഇതേ കാര്യം ഇതേ ആയത്ത് ഓതിയിട്ട് ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് പറഞ്ഞല്ലോ, എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ തീരുമാനം എന്താണ്? അദ്ദേഹത്തെ നിങ്ങൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കി ഷിർക്കിന്റെ വക്താവെന്ന് പറയുമോ, ജിന്നൂരി എന്ന് പറയുമോ, സമ്മേളനത്തിലേക്ക് ഇനി വിളിക്കണ്ട എന്ന് തീരുമാനിക്കുമോ എന്നെല്ലാം ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ മർമ്മത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഫൈസൽ മൗലവി കൊണ്ടുവന്ന ദുർവ്യാഖ്യാനമാണ് എന്ന് തെളിയിക്കാൻ ഈ സംവാദത്തിൽ 4.5 മണിക്കൂർ കിട്ടിയിട്ടും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവസാനം ചില ആളുകളൊക്കെ പറഞ്ഞതുപോലെ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഗോളടിച്ച് സ്വന്തം ടീമിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ പിരിഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, പ്രഗത്ഭരായ ചില പണ്ഡിതന്മാരുടെ പേര് ഞാൻ പറയാം. ബക്കർ അബൂ സൈദ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, സാലിഹുൽ ഫൗസാൻ ഇബ്നു ഫൗസാൻ, അബ്ദുല്ലാഹ് ഇബ്നു ഗദയാൻ, അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ്. ഇത്രയും പണ്ഡിതന്മാരുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബക്കർ അബൂ സൈദ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, സാലിഹുൽ ഫൗസാൻ, അബ്ദുല്ലാഹ് ഇബ്നു ഗദയാൻ, അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ്. ഈ 5 പണ്ഡിതന്മാരും ചേർന്ന് നൽകിയിട്ടുള്ള ഒരു ഫത്വ, ഈ ഫത്വ ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് അവർ നൽകിയിട്ടുള്ളതാണ്. ചോദ്യം ഇസ്തിംതാ ആണോ അല്ലേ എന്ന് കണ്ണും കാതും ഹൃദയവുമുള്ള ആളുകൾ ചിന്തിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ്, മെമ്പർമാരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കണ്ണും കാതും ഹൃദയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: മാ ഹുക്മു മൻ യഖൂമു ബിഇർസാലി ജിന്നിയിൻ നഫഖ അലാ ലിസാനി ഇൻസാനിൻ മംസൂസിൻ كإرساله مثلا إلى بيت فلان من الناس لكي يرى هل يوجد في بيته سحرا أم لا، علما بأنني أعرف أحد الإخوة الذين يقومون بالقراءة على الممسوس، وبعد أن ينطق الجني على لسانه يقوم بإرساله إلى منطقة معينة لكي يقوم بإحضار جني آخر قد نطق على لسان شخص آخر، ويقوم بسؤاله عن والده ووالدته ومن أرسله وأين يوجد السحر. وفي بعض الأحيان إذا كان الجني نصرانيا أو يهوديا أو بوذيا يقوم الأخ بدعوته للإسلام ويطلب منه أيضا أن يقوم بدعوة إخوانه من الجن. ഇതാണ് ചോദ്യം. അഥവാ ചോദ്യകർത്താവ് ചോദിക്കാണ്, ജിന്നുബാധ
ഉള്ള ഒരു വ്യക്തിയുടെ നാവിലൂടെ സംസാരിച്ച ജിന്നുകളെ, ആ ജിന്നുകളെ റുഖിയ ശർഇയ്യ നടത്തിയും മറ്റും ഒഴിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ജിന്നുകളെ സിഹ്ർ ചെയ്ത വ്യക്തി ആരാണ്, സിഹ്ർ ചെയ്യപ്പെട്ട വസ്തു എവിടെയാണ് എന്നെല്ലാം കണ്ടെത്താൻ വേണ്ടി അയക്കാറുണ്ട് ചില ആളുകൾ. അതുപോലെ തന്നെ ഏത് വീട്ടിലാണ് അത് ഉള്ളത്, അവരുടെ പിതാവാരാണ്, അതുപോലെ അവരുടെ ഉമ്മയുടെ പേരെന്താണ്, ആരാണ് ആ ജിന്നിനെ അയച്ചിട്ടുള്ളത് എന്നിത്യാദി തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ ആ ജിന്ന് നസ്രാനിയോ യഹൂദിയോ ഒക്കെ ആണെങ്കിൽ അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുമുണ്ട്. ഇതിന്റെ ഹുക്മ് എന്താണ്? അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു ജിന്നിനെ ഒരു പ്രദേശത്തേക്ക് അയക്കുക, എവിടെയാണ് സിഹ്ർ ചെയ്ത വസ്തു ഉള്ളത് എന്ന് അന്വേഷിക്കുക, ഇതെല്ലാം ഇസ്തിംതാഇൽപ്പെട്ടതാണ്, ഇസ്തിയാനയിൽപ്പെട്ടതാണ്, ഉപകാരമെടുക്കുന്നതിൽപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഇസ്തിംതാഇനെ കുറിച്ച്, ഈ ഇസ്തിഖ്ദാമിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർ എന്താണ് മറുപടി നൽകിയത്? ലജ്നത്തു ദാഇമയുടെ ഫത്വയായി പല ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ അടർത്തിയെടുത്ത് ഉദ്ധരിക്കുന്ന ആ ലജ്നത്തു ദാഇമയിലെ പ്രഗത്ഭരായ ഈ 5 പണ്ഡിതന്മാർ നൽകിയ മറുപടി അത് ശ്രദ്ധിക്കുക. ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നിയ്യി ബിഅയ്യി നൗഇൻ മിനൽ ഇസ്തിഖ്ദാം ലിഅന്ന ദാലിക മിനൽ ഇസ്തിആനതി ബിൽ ജിന്നി വശയാതീൻ വഹിയ മുഹറമത്തുൻ വവസീലത്തുൻ മിൻ വസായിലി ശിർക്കി. നേരത്തെ പറഞ്ഞ ബക്കർ അബൂ സയ്യിദ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, സാലിഹുൽ ഫൗസാൻ, അബ്ദുല്ലാഹ് ഇബ്നു ഗദയാൻ, അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ്, ഇവർ 5 പേരും പറയുന്നത് എന്താണ്? ജിന്നുകളെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ബിഅയ്യി നൗഇൻ മിനൽ ഇസ്തിഖ്ദാം, ഒരു നിലക്കുമുള്ള ഇസ്തിഖ്ദാം അഥവാ ഇസ്തിആനത്ത് അല്ലെങ്കിൽ ഇസ്തിംതാഅ് പാടില്ല. കാരണം ലിഅന്ന ദാലിക മിനൽ ഇസ്തിആനതി ബിൽ ജിന്നി വശയാതീൻ, അത് ജിന്നുകളോടും ശൈത്താനോടുമുള്ള ഇസ്തിആനയിൽപ്പെട്ടതാണ്. ഈ ഇസ്തിആന ഇസ്തിംതാഅ് ആണോ? അബ്ദുറഹ്മാൻ മങ്കടക്ക് സംശയമില്ല, ഹനീഫ കായക്കുടിക്ക് സംശയമില്ല, അനസ് മുസ്ലിയാർക്ക് സംശയമില്ല. ഈ ഇസ്തിആനത്ത് ഇസ്തിംതാഅ് തന്നെയാണ്. എങ്കിൽ ഈ ഇസ്തിംതാഇനെ കുറിച്ച് ശിർക്കെന്നാണോ ലജ്നത്തു ദാഇമയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്? അബ്ദുല്ലാഹ് ഇബ്നു ബാസ് പറഞ്ഞതാണോ? അബ്ദുല്ലാഹ് ഇബ്നു ഗദയാൻ പറഞ്ഞത് ഇങ്ങനെയാണോ? സാലിഹുൽ ഫൗസാൻ എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു ഈ ഒരു ഇസ്തിആനത്താകുന്ന ഇസ്തിംതാഅ് അല്ലെങ്കിൽ ഇസ്തിഖ്ദാം അത് വഹിയ മുഹറമത്തുൻ, അത് മുഹറമത്താണ്, വസീലത്തുൻ മിൻ വസായിലി ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയുമാണ്, അഥവാ വസീലത്തു ശിർക്കാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജിന്നുകളോടുള്ള എല്ലാ ഇസ്തിആനയും വസീലത്തു ശിർക്കെന്നാണോ ആ പണ്ഡിതന്മാർ പറഞ്ഞത്? തീർച്ചയായുമല്ല. മറിച്ച് ജിന്നുകളോടുള്ള ഇസ്തിആനത്തിൽ ശിർക്കായതുണ്ട്, അതേ അവസരത്തിൽ തന്നെ വസീലത്തു ശിർക്കായതുമുണ്ട്. എല്ലാം ഇസ്തിംതാഇൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത് ശിർക്ക് ചെയ്തുകൊണ്ട്, ശിർക്കുൻ അക്ബർ ചെയ്തുകൊണ്ട് ഇസ്തിആന നടത്തുന്നവർക്കും ബാധകമാണ്. എന്നാൽ അതേ അവസരത്തിൽ കടുത്ത ശിർക്കല്ലാതെ, എന്നാൽ ശിർക്കിലേക്ക് എത്തിക്കുന്ന പണിയെടുത്തുകൊണ്ട് ആരെങ്കിലും ഇസ്തിഖ്ദാം നടത്തുന്നുണ്ടെങ്കിൽ അതും ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾക്കാണ് ഇന്നത്തെ സംവാദം വെളിച്ചം നൽകിയിട്ടുള്ളത്. ആരോപകന്മാരുടെ ദുരാരോപണങ്ങളിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട പൊള്ളവാദങ്ങളാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംവാദത്തിൽ തകർന്നടിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കായതുമുണ്ട്, വസീലത്തു ശിർക്കായതുമുണ്ട് എന്ന് അബ്ദുറഹ്മാൻ മങ്കടക്ക് സമ്മതിക്കേണ്ടി വന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നത് വസീലത്തു ശിർക്കുമായി ബന്ധപ്പെട്ടെടുത്ത് തെളിവായി ഉദ്ധരിക്കാൻ പറ്റും എന്ന് ഫൈസൽ മൗലവി മറ്റു പണ്ഡിതന്മാരുടെ പിൻബലത്തോടുകൂടി സ്ഥാപിച്ചതിനെ ഖണ്ഡിക്കുവാനോ അത് ദുർവ്യാഖ്യാനമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് സമർത്ഥിക്കുവാനോ 4.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല.
മറിച്ച് അദ്ദേഹം പറഞ്ഞ വസീലത്തു ശിർക്ക് എന്ന പദപ്രയോഗം ഖുർത്തുബിയിലുണ്ടോ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ടോ, ആ വാചകം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ചോദിക്കേണ്ടിയിരുന്നത്. അതിന് ഫൈസൽ മൗലവി വളരെ ലളിതമായതിന് മറുപടി പറഞ്ഞു, ആ പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാത്തൊരു വാദം നിങ്ങൾ സ്വന്തം പറഞ്ഞിട്ട് അതിന് ചോദ്യം ചോദിച്ച് നേരം കളയേണ്ടതില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളാണ് തെളിവുദ്ധരിക്കേണ്ടത് എന്ന് തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സംവാദം ആ ഒരു ചോദ്യത്തോടുകൂടി തന്നെ ആ സംവാദം വിജയകരമായി തീർന്നു. അത് തന്റെ വിഷയാവതരണത്തിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചതോടുകൂടി തന്നെ വിഷയാവതരണം കേട്ട സന്ദർഭത്തിൽ തന്നെ ഒരു സംവാദത്തിന്റെ ആവശ്യമില്ലാത്ത വിധം അത് വ്യക്തമായിരുന്നു. നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗം ഞാൻ പ്രയോഗിച്ചിട്ടില്ല. വസീലത്തു ശിർക്ക് എന്ന വാക്ക് അത് ഇമാം ഖുർത്തുബിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വാക്ക് ഉപയോഗിച്ചു എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സംവാദത്തിലും പറഞ്ഞിട്ടില്ല, അതിനുശേഷവും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. അതോടുകൂടി സകല ആയുധങ്ങളും നഷ്ടപ്പെട്ട് സംവാദം അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു പരാജയമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആദർശമാണോ നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, എക്കാലഘട്ടത്തിലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്തൊരു ആദർശമാണോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, സൗദിയിലും മറ്റുമുള്ള സലഫി പണ്ഡിതന്മാർ ഏതൊരു ആദർശത്തിലേക്കാണോ സമൂഹത്തെ ക്ഷണിക്കുന്നത്, ആ ആദർശത്തിൽ തന്നെയാണ് നമ്മൾ എന്ന് സ്ഥാപിക്കുവാൻ ഇന്നത്തെ സംവാദത്തോടുകൂടി നമുക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 2 പോയിന്റുകളിൽ യഥാർത്ഥത്തിൽ അവർക്ക് പരാജയമാണുണ്ടായത്. തർക്കത്തിന്റെ മർമ്മവും അത് തന്നെയായിരുന്നു. ജിന്നിനോടുള്ള ഇസ്തിയാനയിൽ വസീലത്ത് ശിർക്കായതുമുണ്ട് എന്ന് അദ്ദേഹത്തിന് ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നു. അതാണ് സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ അദ്ദേഹം ഗോളടിച്ചു എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തത്, ഫൈസൽ മൗലവി നടത്തിയത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഒരു ഇബാറത്ത് വായിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, തനിക്ക് മാത്രമല്ല ഈ വാദം, ഈ കാര്യം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ വേറെയുമുണ്ട്, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന ഫൈസൽ മൗലവിയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കാതെ പോവുകയും ചെയ്തു എന്നത് തന്നെയാണ്. ഇത് ഹക്കിന്റെ വിജയമാണ്. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം വരും, അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. അതിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ മറ്റു സന്ദർഭങ്ങളിലാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.